ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർവീസ് റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. വെള്ളാങ്ങല്ലൂരിൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ നടപടി. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനാക്രമണം. മതിൽ തകർത്ത കാട്ടാന ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ പനകൾ മറിച്ചിട്ടു. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. വടക്കാഞ്ചേരി ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റിംഗിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണം ഗതാഗത കുരുക്കിനിടയാക്കി. ചാലക്കുടി വാഴച്ചാൽ ഉന്നതിയിൽ 2 ദിവസം മുമ്പ് മരിച്ച മധ്യവയസ്കന് പേവിഷബാധ സ്ഥിരീകരിച്ചു. കാടർ വിഭാഗത്തിലെ രാമനാണ് ഞായറാഴ്ച ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർവീസ് റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. ചാലക്കുടി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ വിളിച്ചുകൂട്ടിയ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകിയത്. നിർമ്മാണത്തിന് മഴയാണ് തടസ്സമെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കണം. ദേശീയപാതയിലെ വാഹനങ്ങൾ തിരിച്ചുവിട്ടതിനെ തുടർന്ന് തകർന്ന പഞ്ചായത്തുകളിലെ വിവിധ റോഡുകളും NHAIയുടെ ചെലവിൽ പുനരുദ്ധരിക്കണം. ഇതിന് തടസ്സമാകുന്ന നിബന്ധനകളെ നിയമപരമായി മറികടക്കാൻ സഹായങ്ങൾ നൽകുമെന്നും കളക്ടർ പറഞ്ഞു. ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്നതിനും തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നിർദ്ദേശം നൽകി. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ബാരിക്കേഡുകൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ടായി. MP ബെന്നി ബഹനാൻ, സനീഷ് കുമാർ ജോസഫ് MLA, തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, DYSP PC ബിജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, അമ്പിളി സോമൻ, പ്രിൻസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയില്ലെങ്കിൽ ജൂലൈ 1 മുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ യോഗത്തിൽ വ്യക്തമാക്കി. യോഗത്തിന് ശേഷം അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ, പൊങ്ങം എന്നിവിടങ്ങളിലും കൊരട്ടി ജംഗ്ഷനിലും കളക്ടർ സന്ദർശനം നടത്തി. TCV ന്യൂസ്, ചാലക്കുടി. വെള്ളാങ്ങല്ലൂർ സെന്ററിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി 65 വയസ്സുള്ള രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെ സെന്റ് ജോസഫ് പള്ളിക്ക് എതിർവശത്തുള്ള കടകൾക്ക് സമീപമായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് വെള്ളാങ്ങല്ലൂർ കുന്നത്തൂർ സ്വദേശി കക്കളം വീട്ടിൽ ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ രാജൻ പിള്ളയും ബാബുവും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. കല്ലുകൊണ്ടുള്ള അടിയേറ്റ് വീണ രാജൻ പിള്ളയെ നാട്ടുകാർ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ തീരുമാനം. കളക്ടറേറ്റിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന MLAമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പാടശേഖര പ്രതിനിധികളുടെയും സംയുക്ത ചർച്ചയിലാണ് തീരുമാനം. കാഞ്ഞാൺകോൾ, മണലൂർ താഴംകോൾ പാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊട്ടിക്കുന്നതിന് തീരുമാനമായി. ഇരുബണ്ടുകളും പൊട്ടിക്കുമ്പോൾ പാടശേഖരങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉത്തരവിലുണ്ടാകുമെന്ന് സബ് കളക്ടർ അഖിൽ V മേനോൻ യോഗത്തിൽ അറിയിച്ചു. ഇറിഗേഷൻ കനാലുകളിൽ നിന്ന് ഒഴുക്കിന് തടസ്സമാകുന്ന കരുവാലി, കുളവാഴ, ചണ്ടി എന്നിവയുൾപ്പെടെയുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ കർശന ഉത്തരവ് നൽകിയതായും അത് ഉടനെ നടപ്പിലാക്കുമെന്നും സബ് കളക്ടർ യോഗത്തെ അറിയിച്ചു. കരുവാലി, ചണ്ടി, കുളവാഴ അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ട വിഷയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷൻ, അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട കൃഷി വകുപ്പ്, KLDC തുടങ്ങിയ എല്ലാവരെയും വെച്ച് ഒരു യോഗം ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ കോർപ്പറേഷൻ ഏരിയ പൂർണ്ണമായിട്ടും ഇറിഗേഷൻ എസ്റ്റിമേറ്റ് വെച്ചിട്ടുള്ളതും അതിന് സാങ്ഷൻ ആയിട്ടുള്ളതുമാണ്. അപ്പോൾ അതിൻ്റെ ടെൻഡർ വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുന്നതാണ്. രണ്ടാമതായിട്ടുള്ള വിഷയം, ഇറിഗേഷൻ വകുപ്പ് ഈ പ്രൊജക്റ്റ് വെച്ച് സാങ്ഷൻ കിട്ടാത്ത കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. കൂടുതലും പഞ്ചായത്ത് അധീനതയിലാണ് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സർക്കാരിലോട്ട് അയച്ചിട്ടുണ്ട്. സർക്കാരിലോട്ട് അയക്കുക മാത്രമല്ല, ഇനി അതിനൊരു ബദൽ സംവിധാനമായിട്ട് ഡ്രഡ്ജർ ഡിപ്ലോയ് ചെയ്യാനുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സാങ്ഷന്
ഇന്നലെ തന്നെ കളക്ടർ ഓർഡർ ആക്കിയിട്ടുണ്ട്. പാടശേഖരങ്ങളുമായി ബന്ധപ്പെട്ട സ്ലൂയിസുകൾ സമയബന്ധിതമായി തുറക്കുകയും അടയ്ക്കുകയും വേണമെന്നും അതാത് കൃഷി ഓഫീസർമാർ ഇത് ഉറപ്പുവരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്ന് സബ് കളക്ടർ ഉറപ്പു നൽകി. യോഗത്തിൽ MLA-മാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അന്തിക്കാട്, താന്ന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, കോൾപ്പാടശേഖരങ്ങളുടെ പ്രതിനിധികൾ, കൃഷി വില്ലേജ് ഓഫീസർമാർ, ഇറിഗേഷൻ KLDC ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം. മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാന കോമ്പൗണ്ടിലുണ്ടായിരുന്ന 4 പനകൾ മറിച്ചിട്ടു. ഗേറ്റ് തള്ളി തുറന്നു കടക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് മതിൽ തകർന്നു. ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ഷെഡിൽ വിശ്രമിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സ്റ്റേഷനാണ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കാട്ടാന വരുത്തിയ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. 7 മീറ്ററോളം ഭാഗം വരുന്ന മതിലാണ് കാട്ടാന തകർത്തത്. അതേസമയം മേഖലയിൽ കാട്ടാന നിരന്തരം ഇറങ്ങുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പാഞ്ഞാളിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. പാഞ്ഞാൾ ആലിൻചുവട് റേഷൻ കടയ്ക്ക് സമീപത്താണ് പുലിയുടേത് എന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞ നിലയിൽ കണ്ടത്. നാട്ടുകാരാണ് സമീപ പ്രദേശത്ത് നിന്ന് മണ്ണെടുത്ത സ്ഥലത്ത് പുലിയുടേത് എന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ പതിഞ്ഞ നിലയിൽ കാണുകയും സമീപത്തുള്ള മതിലിൽ കാൽകൊണ്ട് മാന്തിയ നിലയിൽ അടയാളങ്ങളും കണ്ടത്. നാട്ടുകാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രി ഇരുട്ടിലാണ്. മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയരവ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ജില്ലയിലെ തന്നെ വളരെ മോശം സ്ഥിതിയിലുള്ള റോഡാണ് ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡെന്ന് യാത്രക്കാർ പറഞ്ഞു. ഞാൻ തൃശ്ശൂര് ഒരുവിധമൊക്കെ സഞ്ചരിക്കുന്ന ഫസ്റ്റ് റോഡിന് ഒരു അവാർഡ് കൊടുക്കണം നഗരസഭ. ഇത്ര നല്ലൊരു റോഡ് നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കാണാനില്ല. എനിക്കതാ പറയാനുള്ളൂ. ഇതിൻ്റെ അധികാരികൾ ഭംഗിയായിട്ട് നടക്കട്ടെ. അല്ലാണ്ട് ഇപ്പം നമ്മളൊന്നും പറയാം, ഇവരെ കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. മോശം സ്ഥിതിയായിട്ട് പോലും നഗരസഭാ അധികൃതർ കണ്ണടയ്ക്കുന്നത് പരിതാപകരമാണെന്നും യാത്രക്കാർ പറഞ്ഞു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ടാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ, ചെമ്മണ്ട, കിഴുത്താണി, പൊറത്തിശ്ശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകടക്കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV ഇരിങ്ങാലക്കുട. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റ് ഇടുന്നതിന്റെ ഭാഗമായി ഓട്ടുപാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കോൺക്രീറ്റ് ഇട്ട സ്ഥലത്ത് തടസ്സങ്ങൾ വെച്ച് ഒരു ഭാഗം ഡിവൈഡർ വെച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് സംബന്ധിച്ച് പൊതുമരാമത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. 3 ദിവസം കൂടി അറ്റകുറ്റപ്പണികൾ തുടരുന്നതിനാൽ ഈ ദിവസങ്ങളിൽ ഗതാഗത കുരുക്കിന് സാധ്യതയുണ്ട്.
ചാലക്കുടി വാഴച്ചാൽ ഉന്നതിയിൽ 2 ദിവസം മുമ്പ് മരിച്ച 45-കാരന് പേവിഷബാധ സ്ഥിരീകരിച്ചു. കാടർ വിഭാഗത്തിലെ രാമനാണ് ഞായറാഴ്ച ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. കടുത്ത പനിയെ തുടർന്ന് ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. വായിൽ നിന്ന് നുരയും പതയും വന്നതിനെ തുടർന്ന് ഡോക്ടർമാർ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. സംശയത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ലാബിൽ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ കണ്ടെത്തിയത്. വാഴച്ചാൽ ഉന്നതിയിൽ നിരവധി വളർത്തുനായകളുണ്ട്. ഇവയിൽ നിന്നാണ് പേവിഷബാധ ഏറ്റതെന്ന് സംശയിക്കുന്നു. പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഉന്നതിയിൽ നിരീക്ഷണം ഏർപ്പെടുത്തി. വെള്ളറക്കാട് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചിറമനേങ്ങാട് കുന്നത്ത് പീടികയിൽ അബൂബക്കറിന്റെ മകൻ 20 വയസ്സുള്ള ഇർഷാദാണ് മരിച്ചത്. വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം റോഡിന് കുറുകെ ഓടിവന്ന കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. കോയമ്പത്തൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഇർഷാദ് മാതാവിനെ ഗൾഫിലേക്ക് യാത്രയാക്കുന്നതിന് നാട്ടിലെത്തിയതായിരുന്നു. പാലയൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരിയായ ഗുരുവായൂർ മാണിക്കത്തുപടി ചിരിയങ്കണ്ടത്ത് തോമസ് ഭാര്യ ലൂസി, നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ ഗുരുവായൂർ സ്വദേശിയായ യുവാവിനുമാണ് പരിക്കേറ്റത്. പാലയൂർ മഠത്തിന് മുന്നിലായിരുന്നു അപകടം. എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഒരു ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂലൂരിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ചന്ദ്രാപ്പിനിയിൽ നിന്നും തൃപ്രയാറിലേക്ക് പോവുകയായിരുന്ന കാറാണ് ചൂലൂർ ജുമാ മസ്ജിദിന് സമീപത്തെ വീട്ടുപറമ്പിലേക്ക് തല കീഴായി മറിഞ്ഞത്. ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. നിസ്സാര പരിക്കേറ്റ ഡ്രൈവറെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൗദിയിലെ ദമാമിൽ നടന്ന വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശിനിയായ വിദ്യാർത്ഥി മരിച്ചു. നാട്ടിക സ്വദേശി കല്ലിപ്പറമ്പിൽ സിദ്ദീഖ് ഹസൈനാരും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. സിദ്ദീഖിന്റെ ഇരട്ടക്കുട്ടികളിൽ 18 വയസ്സുള്ള ഫർഹാന ഷെറിനാണ് സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചത്. സിദ്ദീഖും ഭാര്യയും മറ്റ് 2 കുട്ടികളും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സന്ദർശക വിസയിലെത്തിയ കുടുംബത്തിന്റെ വിസ പുതുക്കുന്നതിനായി ബഹ്റൈനിൽ പോയി തിരിച്ച് റിയാദിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് അപകടം. അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം വരും ദിവസങ്ങളിൽ നാട്ടിലെത്തിക്കും. ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തിയാകും വരെ പാലേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് മുരിങ്ങൂരിൽ ഒറ്റയാൾ സമരം നടത്തി. എയ്ഡ്സ് സെന്റർ ഡയറക്ടർ ജയൻ ജോസഫ് പട്ടത്താണ് ദേശീയപാത ജംഗ്ഷനിൽ നിൽപ്പ് സമരം നടത്തിയത്. മാസങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരം സമരം നടത്തുന്നതെന്ന് ജയൻ ജോസഫ് പറഞ്ഞു. സഞ്ചാരികളെ ആകർഷിച്ച് അതിരപ്പിള്ളി നിറഞ്ഞൊഴുകുന്നു. വൻ ജനത്തിരക്കാണ് അതിരപ്പിള്ളിയിൽ അനുഭവപ്പെടുന്നത്. മഴയ്ക്ക് ശമനമായെങ്കിലും അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇപ്പോഴും നിറഞ്ഞു തന്നെ. ജൂൺ പകുതിയോടെ ആർത്തിരമ്പിയ വെള്ളച്ചാട്ടത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായെങ്കിലും മനോഹാരിതയ്ക്ക് തെല്ലും കുറവില്ല. കഴിഞ്ഞ അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ കനത്ത തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. 3 മാത്രമാണ് ഇപ്പോൾ പാറക്കെട്ടുകൾ കാണുന്നത്. ബാക്കിയെല്ലാം വെള്ളിമേഘം പോലെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ്. പൊരിങ്ങൽക്കുത്ത് ഡാമിൽ തിങ്കളാഴ്ചയിലെ ജലനിരപ്പ് 420.12 മീറ്ററാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇത് കുറവാണെങ്കിലും ബുധനാഴ്ച മുതൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഇനിയും വെള്ളമുയരുമെന്ന സൂചനയാണുള്ളത്. ചാലക്കുടി പുഴയിലെ ജലനിരപ്പാകട്ടെ 4.01 മീറ്ററാണ്. 2 ദിവസം മുൻപ് ഇത് 4.19 മീറ്ററിലെത്തിയിരുന്നു. കാലവർഷം കനക്കുമ്പോൾ അതിരപ്പിള്ളി കൂടുതൽ രൗദ്രഭാവത്തോടെ നിറഞ്ഞൊഴുകുകയാണ്. ഈ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു. TCV ന്യൂസ്, ചാലക്കുടി. വെള്ളക്കെട്ടിലായ വീട്ടിലെ ഗൃഹനാഥയുടെ മരണത്തെ തുടർന്ന് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിക്കാനും തുടർന്ന് ശ്മശാനത്തിലേക്കുമുള്ള അന്ത്യയാത്രയും ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ മുനയത്ത് പുതിയടത്ത് രാമു ഭാര്യ സരസയാണ് പ്രമേഹം മൂർച്ഛിച്ച് പഴുവിൽ ആശുപത്രിയിൽ വെച്ച് ചൊവ്വാഴ്ച മരിച്ചത്. വീടിരിക്കുന്ന പ്രദേശം ആഴ്ചകളായി വെള്ളക്കെട്ടിലായതിനാൽ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ചുള്ള പൂജകൾക്ക് മറ്റുമായി മൃതദേഹം വീട്ടിലെത്തിക്കാനും സംസ്കരിക്കാനുമായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുമായി വാഹനമെത്തുന്ന സ്ഥലം വരെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഫൈബർ ബോട്ട് ഒരുക്കുകയായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം ബോട്ടിൽ 300 മീറ്ററോളം ദൂരം തള്ളി വീട്ടിലെത്തിക്കുകയായിരുന്നു. ചാഴൂർ പഞ്ചായത്തിലെ പഴുവിൽ, ചാഴൂർ, പുറത്തൂർ, പുള്ള് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്.
വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കുന്നംകുളം തെക്കേപ്പുറത്ത് തട്ടുകട തല്ലി തകർത്തു. തെക്കേപ്പുറം AKG റോഡിൽ താമസിക്കുന്ന പാനക്കൽ പറമ്പിൽ വീട്ടിൽ സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള തട്ടുകടയാണ് തല്ലി തകർത്തത്. കുറുക്കൻപാറ സ്വദേശിയായ യുവാവാണ് തട്ടുകട തല്ലി തകർത്തതെന്ന് സുജിത്ത് പോലീസിന് മൊഴി നൽകി. കടയിലെത്തിയ യുവാവ് കടയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ചില്ലിന്റെ അലമാര തല്ലി തകർക്കുകയും തടയാൻ ചെന്ന സുജിത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾ പിടിയിലായി. റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ 15ഓളം ബസ്സുകൾക്കെതിരെ കേസെടുത്തു. നഗരത്തിൽ വിവിധയിടങ്ങളിലായാണ് പോലീസ് വാഹന പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാരുള്ള ബസ്സുകൾ, യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാത്ത ബസ്സുകൾ എന്നിവയ്ക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഏനാമാവിൽ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്ന വിധം റോഡിനോട് ചേർന്ന കെട്ടിട ചുമർ പൊളിച്ചു മാറ്റാൻ പഞ്ചായത്ത് ഇടപെട്ടിട്ടും പൊളിച്ചു നീക്കാൻ തയ്യാറാകാതെ സ്വകാര്യ വ്യക്തി. മഴയിൽ കുതിർന്ന അപകട ഭീഷണിയായ ചുമർ അടർന്നു വീണിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പഴയ വീട് പൊളിച്ചതിന്റെ ഭാഗമാണ് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. ചുമർ പൊളിച്ചു നീക്കാനാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഇടപെട്ടത്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ നേരിട്ട് വീട്ടിലെത്തി ആവശ്യപ്പെട്ടിട്ടും ചുമർ പൊളിച്ചു നീക്കാൻ സ്വകാര്യ വ്യക്തി തയ്യാറായിട്ടില്ലെന്ന് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പറഞ്ഞു. വെങ്ങട് ഗ്രാമപഞ്ചായത്തിലെ ഏനാമാക്കൽ പള്ളിനടയ്ക്ക് സമീപം ഉപ്പിക്കഴുത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട് പൊളിച്ചതിൻ്റെ ബാക്കി നിൽക്കുന്ന ചുമരിൻ്റെ ഒരു ഭാഗം, അതായത് തേച്ച ഭാഗം അടർന്നു വീണ് വെള്ളം കുതിർന്ന് ഏതു സമയവും വീഴാവുന്ന രൂപത്തിലായിട്ടാണ് നിലനിൽക്കുന്നത്. ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്കും ഒരുപാട് വാഹനങ്ങൾ പോകുന്ന അതുമായ ആ സ്ഥലത്ത് അപകടം പതിയിരിക്കുകയാണ്. പ്രസ്തുത വിവരം അവരുടെ വീട്ടിൽ നേരിട്ട് പോയി പഞ്ചായത്തിൻ്റെ AEയും അതുപോലെ തന്നെ ഓവർസിയറും നേരിട്ട് പോയി അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റാൻ പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഏനാമാവ് കരുവന്തലയിൽ വീടിന്റെ മതിൽ മഴയിൽ ഇടിഞ്ഞുവീണ് കളിച്ചുകൊണ്ടിരുന്ന പിഞ്ചു ബാലിക മരിച്ചിരുന്നു. മഴയിൽ കുതിർന്ന് ഏതു സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് സ്വകാര്യ വ്യക്തിയുടെ മതിൽ. ഇടുങ്ങിയ കുപ്പിക്കഴുത്തിലൂടെ തിരക്കിട്ട് കടന്നുപോകുന്ന വാഹനങ്ങളോടും മതിലിനോടും ചേർന്ന് വേണം വിദ്യാർത്ഥികളും വയോധികരുമടക്കമുള്ള യാത്രക്കാർക്ക് നടന്നു പോകാൻ. തിരക്കുള്ള സമയങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് പതിവാണ്. ഏനാമാവിലെ കുപ്പിക്കഴുത്തൊഴിവാക്കാൻ സ്ഥലം MLA ഫണ്ട് മാറ്റിവെക്കുകയും പലതവണ പൊതുമരാമത്ത് റവന്യൂ വകുപ്പ് അധികൃതർ അളന്ന് കല്ലിട്ടുപോയിട്ടും അർഹമായ നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടുന്നതിന് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇനിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ജനങ്ങളുടെ ജീവന് അപകടമുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പാവറട്ടി. മാള അഷ്ടമിച്ചിറ കോൾക്കുന്നിലെ ഗോഡൌണിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പാലക്കാട് കുണ്ടുകാട് സ്വദേശി പുത്തൻവീട്ടിൽ സന്തോഷ്, കോൾക്കുന്ന് സ്വദേശി മാളക്കാരൻ വീട്ടിൽ മുരുകൻ എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. അഷ്ടമിച്ചിറ സ്വദേശി മുരളീധരന്റെ ഗോഡൌണിൽ നിന്നാണ് പ്രതികൾ മോഷണം നടത്തിയത്. സംഭവത്തിൽ 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മാള SHO സജിൻ ശശി, SI KR സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്.
ദേശീയ സൌത്ത് സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ മത്സരിക്കാൻ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ PS അനാമികയും ഈ മാസം 26 മുതൽ ബാംഗ്ലൂരിൽ നടക്കുന്ന 7ാമത് HCL ഫൗണ്ടേഷൻ ദേശീയ സൌത്ത് സോൺ അണ്ടർ 15 വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള പെൺകുട്ടികളുടെ വോളിബോൾ ടീമിലേക്കാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി അനാമിക തെരഞ്ഞെടുക്കപ്പെട്ടത്. 5ാം ക്ലാസ് മുതൽ വോളിബോൾ പരിശീലനം തുടങ്ങിയ അനാമിക പഠനത്തോടൊപ്പം വോളിബോൾ നേട്ടങ്ങൾക്ക് വേണ്ടി കഠിന പരിശീലനം നടത്തിവരികയാണ്. വോളിബോൾ പരിശീലകരായ TN സിജിൽ, മുഹമ്മദ് സുഹൈൽ എന്നിവരുടെ ശിക്ഷണത്തിലാണ് അനാമിക വോളിബോൾ പരിശീലിച്ച് ഇന്ത്യൻ ജേഴ്സി അണിയാൻ ഒരുങ്ങുന്നത്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന അനാമികയ്ക്ക് സ്കൂളിൽ യാത്രയയപ്പ് നൽകി. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ പഠനമായാലും ഏത് രംഗത്തും നമ്മൾ ശോഭിക്കണമെങ്കിൽ നമ്മൾ മുല്ലശ്ശേരി സെന്ററിൽ പൊതുമരാമത്ത് റോഡിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പരാതിയെ തുടർന്ന് അടച്ച കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തകർന്നു. സെന്ററിൽ പാടൂർ റോഡിലേക്ക് തിരിയുന്ന മൂലയിൽ കൾവർട്ടിന്റെ സ്ലാബ് തകർന്നത് മൂലമുണ്ടായ കുഴി കഴിഞ്ഞ ദിവസം മൂടിയിരുന്നു. നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് നേരിട്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുഴി അടച്ചെങ്കിലും അടച്ച ഭാഗത്തെ മെറ്റലും ടാറും വീണ്ടും ഇളകി കാനയിലേക്ക് വീണതിനെ തുടർന്നാണ് വീണ്ടും കുഴി രൂപപ്പെട്ടത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ആക്ഷേപമുണ്ട്. കുഴി മുല്ലശ്ശേരിയിലത്തെ കച്ചവടക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും കൂടിയിട്ട് വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ താൽക്കാലികമായിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന പോലെ കുറച്ച് മെറ്റലും എംസാൻഡും കൊണ്ടുവന്നിട്ട് അത് അടയ്ക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ശക്തമായ മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് ആ അടച്ച എല്ലാ മെറ്റീരിയലും മൊത്തമായിട്ട് ആ അടിയിലുള്ള കൽവെട്ടിലേക്ക് താന്നു പോവുകയും താണവീതി പ്രദേശത്ത് നിന്ന് പോകുന്ന പാടൂര് കായലിലേക്ക് പോകുന്ന വെള്ളം തടസ്സപ്പെട്ട് താണവീതി റോഡിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പോലും ശല്യമാകുന്ന രീതിയിൽ വലിയ വെള്ളത്തിൻ്റെ ശല്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാന റോഡിലൂടെ 100 കണക്കിന് വാഹനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുക പതിവായിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാരും കുഴിയിൽ വീഴുകയാണ്. മൂടിയ കുഴികൾ വീണ്ടും തകർന്നതോടെ മുല്ലശ്ശേരി സെന്ററിലെ പൊതുമരാമത്ത് റോഡിലൂടെയുള്ള യാത്ര ദുർഘടമായി തീർന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനങ്ങാപ്പാറ നയത്തിൽ നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും കടുത്ത പ്രതിഷേധമുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. വെണ്ടൂരിൽ നടന്ന പ്രതിഭാ സംഗമം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ഭാഗ്യവതി ചന്ദ്രൻ, ഫൈസൽ ഇബ്രാഹിം, ആൻസ് ആൻഡോ, ഷെറിൻ തേർമടം, ജിമ്മി മന്നലി, സിജോ പുന്നക്കര, പൗർണമി തുടങ്ങിയവർ സംസാരിച്ചു. കൂർത്ത മുള്ളുകളും സമൃദ്ധമായ ഇലച്ചാർത്തുകളുമായി പടർന്നു പന്തലിച്ച് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായി വളർന്നു നിന്നിരുന്ന മുരിക്ക് മരങ്ങൾ ഗ്രാമക്കാഴ്ചകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പോയ തലമുറകളുടെ കാർഷിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു വെൺമുരിക്ക്, മുള്ളുമുരിക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മുരിക്കുമരങ്ങൾ. പറമ്പുകളുടെ അതിർത്തിയിൽ നട്ടുവളർത്തിയിരുന്ന ഈ ഇനം മരങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടിരുന്നു. പ്രധാനമായും അതിർത്തി സംരക്ഷണത്തിനായുള്ള വേലി നിർമ്മാണത്തിനാണ് മുരിക്കുകൾ ഉപയോഗിച്ചിരുന്നത്. മുരിക്കിന്റെ ഇലകൾ വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയായി നൽകിയിരുന്നു. മുയലിന്റെ ഇഷ്ടഭക്ഷണമാണ് മുരിക്കില. കുരുമുളക്, പയർ, ചെറുകിഴങ്ങ്, കാച്ചിൽ എന്നിങ്ങനെ വള്ളികളായി വളരുന്ന കാർഷിക വിളകൾക്ക് പടർന്നു കയറാനുള്ള താങ്ങായി ഉപയോഗിച്ചിരുന്നത് മുരിക്കുമരങ്ങളുടെ തണ്ടുകളാണ്. 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നവയാണ് മുരിക്കുമരങ്ങൾ. ഔഷധ ഗുണമുള്ള മുരിക്കില മുറുവെണ്ണ പോലുള്ള തൈലങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൽ നടക്കുന്ന അനുഷ്ഠാന കലകളിൽ മുരിക്കിന്റെ പൂക്കളും തണ്ടുകളും ഉപയോഗിക്കാറുണ്ട്. പൂരോത്സവത്തിന് പൂവിടാനാണ് മുരിക്കിൻ പൂക്കൾ ഉപയോഗിക്കാറുള്ളത്. തീയാട്ട ചമയത്തിന് കിരീടങ്ങളും പൊയ്ക്കാലുകൾ ഒരുക്കാനും മുരിക്കിൻ തണ്ടുകൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു. വേലികൾ മതിലുകൾക്കും പറമ്പുകൾ വിവിധയിനം കാർഷിക വിളകളുടെ തോട്ടങ്ങൾക്കും വഴിമാറിയതോടെ കർഷകർക്ക് പോലും മുരിക്കുമരങ്ങൾ ശല്യക്കാരായി മാറി. മലയോര മേഖലയിൽ പുരയിടങ്ങളുടെയും കൃഷിത്തോട്ടങ്ങളുടെയും അതിർത്തിയിൽ വ്യാപകമായി വളർന്നു നിന്നിരുന്ന മുരിക്കുകൾ ഒട്ടുമിക്കതും വെട്ടി നീക്കപ്പെട്ടതോടെ അപൂർവ കാഴ്ചയായിരിക്കുകയാണ് മുരിക്കുമരങ്ങൾ. TCV ന്യൂസ്, കൊടകര.
കുഴൂർ ആയുർവേദ ആശുപത്രിയുടെ ഭാഗമായി യോഗ പരിശീലിച്ചവർ ഒത്തുചേർന്നു. പരിശീലനം പൂർത്തിയാക്കിയവരും ഇപ്പോൾ പരിശീലിക്കുന്നവരുമായി 100ഓളം പേരാണ് യോഗ പ്രകടനം നടത്തിയത്. ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുഴൂരിൽ സൗജന്യമായി യോഗ പരിശീലനം തുടങ്ങിയത് 1 വർഷം മുൻപാണ്. കുഴൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ കേരളം പദ്ധതിയിൽ ദേശീയ ആയുഷ് മിഷനും ചേർന്നാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. ഇനി ഗർഭിണികൾക്കും പ്രമേഹ സാധ്യതയുള്ളവർക്കും വേണ്ടിയുള്ള യോഗ പരിശീലനം കൂടി ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നുണ്ട്. 8 യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ച് 12 റെഗുലർ ബാച്ചുകളിലായി 200-ലധികം പേരെയാണ് യോഗ പരിശീലിപ്പിച്ചിട്ടുള്ളത്. 2 മാസത്തെ കോഴ്സായാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ മുതൽ 1 മണിക്കൂറാണ് ബാച്ച് തിരിച്ച് പരിശീലിപ്പിക്കുന്നത്. സാധാരണ ജീവിതം നയിക്കുന്നവർക്കുള്ള യമം, ആസനം, പ്രാണായാമം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യോഗ പരിശീലിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് ഉൾപ്പെടെയുള്ളവർ യോഗയ്ക്കനുസരിച്ച് നൃത്തം അവതരിപ്പിച്ചു. ക്ലിനിക്കൽ യോഗ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി പാർവതിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലിപ്പിക്കുന്നത്. TCV ന്യൂസ്, മാള. നാട്ടിക കൃഷിഭവൻ ഞാറ്റുവേലച്ചന്ത നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ NV ശുഭ, നാട്ടിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധർമ്മപാലൻ, വാർഡ് മെമ്പർമാരായ CS മണികണ്ഠൻ, സുരേഷ് ഇയാനി, കൃഷി അസിസ്റ്റന്റ് PC ബാബു, കൃഷിഭവൻ ജീവനക്കാരായ TS സുധി തുടങ്ങിയവർ പങ്കെടുത്തു. ആളൂരിൽ കാറ്ററിംഗ് യൂണിറ്റിൽ അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി അറസ്റ്റിൽ. കാരൂർ സ്വദേശി ഇല്ലത്തുപറമ്പിൽ ഷാഫിയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ലഹരി ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ പുന്നേലിപ്പിടിയിലെ കാറ്ററിംഗ് യൂണിറ്റിലെ ജീവനക്കാരനായ കയ്പമംഗലം സ്വദേശി ജിബിയെയാണ് 4-അംഗ സംഘം ആക്രമിച്ചത്. കേസിലെ മറ്റ് 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,095 രൂപ, പവന് 72,760 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,403 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർവീസ് റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. വെള്ളാങ്ങല്ലൂരിൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത കാട്ടാന ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ പനകൾ മറിച്ചിട്ടു. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. വടക്കാഞ്ചേരി ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റിംഗിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണം ഗതാഗത കുരുക്കിനിടയാക്കി. ചാലക്കുടി വാഴച്ചാൽ ഉന്നതിയിൽ 2 ദിവസം മുമ്പ് മരിച്ച മധ്യവയസ്കന് പേവിഷബാധ സ്ഥിരീകരിച്ചു. കാടർ വിഭാഗത്തിലെ രാമനാണ് ഞായറാഴ്ച ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.